വെറുതെ അല്ല അല്ലേ കല്യാണം വീട്ടിൽ പോകുമ്പോ കവർ ഓടിച്ച് പോണെന്ന് പറയണത്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ബാക്കി വന്ന ചോറ് സുഖമായിട്ട് കവറിലാക്കി കൊണ്ടുവരാൻ പറ്റില്ലേ? ഉള്ളെയ്യണത് ഒരു കല തന്നെ കേട്ടോ. തേങ്ങാ കൊലയാ. ഇപ്പൊ ഇതിനായിട്ട് ചിക്കനും ബീഫും ഒന്നും വാങ്ങിക്കാൻ നിക്കണ്ടാന്ന്. കുറച്ച് ഉള്ളി എടുത്തിട്ട് ഒരു സർലാസൻ ഉണ്ടാക്കിയ പോരെ? അയ്യോ പച്ചമുളക് കിട്ടോ? വേഗം പൊറുക്കി എടുത്തോട്ടോ. എത്ര പ്രാവശ്യം പറയാ സബോള തണുത്ത വെള്ളം കൊണ്ട് കഴുകണമെന്ന്? മറന്നുണ്ടാവും അല്ലേ? കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെയാണേ ഭയങ്കര പറവ്യാ. അപ്പൊ കൊറോണയ്ക്ക് മുമ്പോ അത് പിന്നെ പറയണ്ടല്ലോ. തണുത്ത വെള്ളവും കുറച്ച് ഐസും കൂടി ഇട്ടിട്ടെ സബോള നല്ലോണം അങ്ങോട്ട് തിരുമ്മി പിഴിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് പച്ചമുളക്, മല്ലിച്ചപ്പ്, കാശ്മീർ ചില്ലി, പേരിനടുത്ത് ഉള്ളി, വെജിറ്റബിൾ ഓയിലും പിന്നെ നാരങ്ങ പിഴിഞ്ഞ നീരും വിനാഗിരി, ഉപ്പും എല്ലാം കൊടുത്തില്ലേ. ഇനി കൈ കൊണ്ട് അങ്ങോട്ട് കുഴയ്ക്കുക. നല്ല അങ്ങോട്ട് കുഴയ്ക്കുക അങ്ങോട്ട്. ഇതുണ്ടല്ലോ ചോറ്, നെയ്ച്ചോറ്, ചപ്പാത്തി എന്തിനു വേണമെങ്കിലും കഴിക്കാട്ടോ. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ചിക്കന്റെയും ബീഫിന്റെയും ആവശ്യമില്ല കേട്ടോ. പക്ഷെ മട്ടനാണെങ്കിൽ ഇനിയിപ്പോ എല്ലാരും കൂടി വല്ലാണ്ട് അങ്ങോട്ട് നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു കൈ നോക്കിക്കോളാം കേട്ടോ.